ഹലോ ഹായ് എല്ലാവർക്കും ഷീസ്കോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നത് പ്രാചീന കേരളത്തിലെ പ്രാചീന കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ചിലപ്പോൾ സിലബസിൽ ഇല്ല, അതുകൊണ്ട് പിന്നെ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. കാരണം സിലബസ് തുടങ്ങുന്നത് യൂറോപ്യന്മാരുടെ വരവ് തൊട്ടാണ് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ഇത് ഉൾപ്പെടുത്താൻ കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ ആവർത്തിച്ചു വന്ന ചില ചോദ്യങ്ങളില് നമ്മുടെ ചേര സാമ്രാജ്യത്തെ പറ്റി, ആയി രാജവംശത്തെ പറ്റി, അതേപോലെ തന്നെ സംഘ കാലഘട്ടത്തെ കുറിച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചരിത്ര സ്രോതസ്സുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ഭാഗം കൂടി എടുക്കാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ഒന്ന് നോക്കുക. സിലബസ് പഠിക്കുന്ന കൂട്ടത്തിൽ ആ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്താൽ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആക്കാം. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സംഘ കാലഘട്ടമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 3 പ്രബല ശക്തികളായിരുന്നു. സൗത്തില്, അതായത് തെക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നത് ആയി രാജവംശമാണ്. മധ്യ കേരളത്തില് മിഡിൽ ഉണ്ടായിരുന്നത് ചേര വംശമാണ്. നോർത്തിൽ ഉണ്ടായിരുന്നത്, വടക്കേ അറ്റത്തുണ്ടായിരുന്നത് ഏഴിമല രാജവംശമാണ്. അപ്പൊ ഈ 3 രാജവംശങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതില് ആയി രാജവംശത്തെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ആയി രാജവംശം എന്ന് പറയുന്നത് ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയി രാജവംശം. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആയി അന്തിരനാണ്. ആദ്യകാലത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് പൊതിയിൽ മലയാണ്. ആയിക്കുടി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ പേര് അഗസ്ത്യകൂടം എന്നാണ്. നമുക്കറിയാം, അഗസ്ത്യകൂടത്തിലൊക്കെ ട്രെക്കിംഗ് ഒക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോ അഗസ്ത്യകൂടമാണ് ആദ്യകാലത്തെ ആയി രാജവംശത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് അത് വിഴിഞ്ഞമായിട്ട് മാറിയിട്ടുണ്ട്. പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞമാണ്. ആസ്ഥാനം ആയിക്കുടിയിൽ നിന്നും അല്ലെങ്കിൽ അഗസ്ത്യകൂടത്തിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് മാറ്റിയത് കരിമന്തടക്കൻ എന്ന് പറയുന്ന ആയി രാജാവാണ്. കരിമന്തടക്കൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇനി ആയി രാജവംശത്തിന്റെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് ആനയാണ്. ആയി രാജവംശത്തിന്റെ രാജകീയ മുദ്ര ആന എന്നോർത്താൽ മതി. ഇനി ഔദ്യോഗിക പുഷ്പം, നമ്മളെ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്നയാണ്. ഇനി അവരുടെ പരദേവത എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ് ആയി രാജവംശം ഉള്ളത്. തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രം ഓർത്താൽ മതി, പത്മനാഭസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവരുടെ പരദേവതയായിട്ട് അവർ കണക്കാക്കപ്പെടുന്നത് ശ്രീ പത്മനാഭനെയാണ് എന്നുള്ളത് ഓർക്കാം. ഇനി ഭരണപ്രദേശം എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ആയി രാജവംശത്തിലുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്നത്? നാഗർകോവിൽ മുതൽ തിരുവല്ല പമ്പ വരെയുള്ള സഹ്യപർവ്വത പ്രദേശങ്ങൾ. സഹ്യപർവ്വതത്തിന്റെ നാഗർകോവിൽ അഥവാ കന്യാകുമാരിയിൽ നാഗർകോവിൽ മുതൽ തിരുവല്ല പമ്പ വരെയുള്ള സഹ്യപർവ്വത പ്രദേശങ്ങളാണ് ആയി രാജവംശത്തിന്റെ ഭരണപ്രദേശം എന്ന് പറയുന്നത്. ആയി രാജവംശത്തെ കുറിച്ച് ടോളമി എന്ന് പറയുന്ന പഴയകാല സഞ്ചാരി വിശേഷിപ്പിച്ചിരിക്കുന്നത് പമ്പാ നദി മുതൽ കന്യാകുമാരി വരെയുള്ള ആയി രാജ്യത്തെ ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി അയ്യോയ് എന്ന് വിശേഷിപ്പിച്ചു. ഇനി അവരുടെ വംശ പാരമ്പര്യം എന്ന് പറയുന്നത് യാദവ വംശത്തിൽപ്പെട്ടവരാണ് ആയി രാജവംശത്തിലുള്ളവർ എന്ന് പാലിയം ശാസനത്തിൽ, കൃഷ്ണവംശമാണ് യാദവ വംശം, അതിൽപ്പെട്ടവരാണ് ആയി രാജവംശത്തിലുള്ളവർ എന്ന് പാലിയം ശാസനത്തിൽ പറയുന്നുണ്ട്. ഇനി ആയി രാജവംശത്തിലെ പ്രധാന രാജാക്കന്മാരും അവരുടെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആയി അന്തിരൻ എന്ന് പറയുന്ന രാജാവായിരുന്നു ആയി രാജവംശ സ്ഥാപകൻ. ആയി അന്തിരൻ അദ്ദേഹത്തെ പൊതുവെ പൊതിയിൽ മലയുടെ അധികാരി എന്ന് പറയുന്നുണ്ട്. അത് ഏത് പുസ്തകത്തിലാ പറയുന്നത്? പുറനാനൂറിലാണ്. ആയി രാജവംശത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് പുറനാനൂറ്. അതിൽ ആയി അന്തിരനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പൊതിയിൽ മലയുടെ അധികാരി എന്നാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രമുഖനായ കവിയായിരുന്നു മുടമോസിയാർ എന്ന കവി ആയി അന്തറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
ഇന്ദ്രനെ അറിയപ്പെട്ടിരുന്നത് പൊതിയിൽ മലയുടെ അധികാരി എന്നായിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് പുറനാനൂറിലാണ്. ഇനി അടുത്ത രാജാവിനെ നോക്കുക, തിതിയൻ. പൊതിയിൽ ചെൽവൻ എന്നറിയപ്പെട്ട ആളായിരുന്നു തിതിയൻ. തിതിയൻ പൊതിയിൽ ചെൽവൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രസിദ്ധ കവികളായിരുന്നു ആരൊക്കെ? കപിലർ, അതുപോലെ ആരാണ്? ഇത് വീണ്ടും തമിഴിൽ വന്നിട്ടുണ്ട്, പരണരാണ് കേട്ടോ. പരണർ. കപിലറും പരണറും ആയിരുന്നു തിതിയന്റെ സമകാലികരായിരുന്ന കവികൾ. ഇനി അടുത്ത രാജാവാണ്, അടുത്ത ഭരണാധികാരിയായിരുന്നു അതിയൻ. അതിയന്റെ ഭരണകാലത്ത് രാജവംശം ആക്രമിച്ച പാണ്ഡ്യ രാജാവാണ് പശുമ്പൽ പാണ്ഡ്യൻ. ഇനി കരുനന്തടക്കൻ ആയിക്കുടിയിൽ നിന്നും രാജവംശത്തിന്റെ ആസ്ഥാനത്തെ വിഴിഞ്ഞത്തേക്ക് മാറ്റി. അദ്ദേഹത്തെയാണ് ശ്രീവല്ലഭൻ, പാർത്ഥിവചേരൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നത്. ഹജൂർ ശാസനത്തിലാണ് കരുനന്തടക്കനെ പറ്റി പറയുന്നത്. കന്യാകുമാരി ജില്ലയിലെ പാർത്ഥിവപുരം വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ചത് കരുനന്തടക്കനാണ്. അപ്പൊ കരുനന്തടക്കനെ പറ്റി ഹജൂർ ശാസനത്തിൽ പറയുന്നുണ്ട്. പാലിയം ശാസനത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ്? ഈ രാജാക്കന്മാരൊക്കെ കൃഷ്ണവംശത്തിലുള്ളവരാണെന്ന് പാലിയം ശാസനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ. ഏറ്റവും പ്രശസ്തനായ രാജവംശത്തിലെ ഭരണാധികാരിയാണ് വിക്രമാദിത്യ വരഗുണൻ. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരുപക്ഷെ രാജവംശത്തിലെ ഭരണാധികാരി വിക്രമാദിത്യ വരഗുണനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ അശോകൻ ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. ഇനി MGS നാരായണനാണ് അദ്ദേഹത്തെ കേരളത്തിലെ അശോകൻ എന്ന്. MGS നാരായണൻ നമുക്കറിയാം, പ്രശസ്തനായ കേരളത്തിലെ ഒരു ചരിത്രകാരനാണ്. അദ്ദേഹമാണ് വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ചരിത്ര സ്രോതസ്സുകൾ, ഈ രാജവംശത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചരിത്ര സ്രോതസ്സുകൾ നമ്മൾ 2 എണ്ണം കണ്ടു കഴിഞ്ഞു. പാലിയം ശാസനത്തിലെ വിക്രമാദിത്യ വരഗുണന്റെ ശാസനമായിട്ടാണ് പാലിയം ശാസനം കണക്കാക്കപ്പെടുന്നത്. ഇവർ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് വ്യക്തമാക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ഇനി ഹജൂർ ശാസനത്തിൽ കരുനന്തടക്കനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹമാണ് ശ്രീവല്ലഭൻ എന്നറിയപ്പെട്ടത് എന്ന് ഹജൂർ ശാസനത്തിൽ പറയുന്നു. മൂന്നാമത്തെ ഒരു ശാസനം കൂടിയുണ്ട്, അതാണ് കഴുകുമലൈ ശാസനം. അതിലാണ് പാണ്ഡ്യ രാജാവായ മാറൻചെഴിയൻ രാജ്യം ആക്രമിച്ചതായിട്ട് പരാമർശിക്കുന്നത്. മറ്റൊരു പാണ്ഡ്യ രാജാവായ മാറൻചെഴിയൻ രാജ്യം ആക്രമിച്ചതായിട്ട് പറയപ്പെടുന്ന ശാസനമാണ് കഴുകുമലൈ ശാസനം. ഇനി പുറനാനൂറ് എന്ന് പറയുന്ന കൃതിയിൽ സാഹിത്യ സ്രോതസ്സിലെ രാജവംശത്തെ കുറിച്ച് പരാമർശമുണ്ട്. തമിഴ് സംഘകാലത്തെ കൃതിയാണ് പുറനാനൂറ് എന്ന് പറയുന്നത്. അപ്പോ രാജവംശത്തെ കുറിച്ച് പരാമർശമുള്ള തമിഴ് സംഘകാല കൃതി എന്ന് പറയുന്നത് പുറനാനൂറാണ്. ഈ രാജവംശത്തിലെ സൈനിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വിഴിഞ്ഞവും കാന്തല്ലൂറുമാണ്. വിഴിഞ്ഞം നമുക്ക് ഓർമ്മയുണ്ടാവും, രാജവംശത്തെ പറ്റി പറയുമ്പോൾ കാന്തല്ലൂർ കൂടി ഓർത്തുകൊള്ളാം. ഈ ഭരണ സംവിധാനം അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നത് ഭരണകാലത്ത് നാട് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭരണാധികാരി കിഴവൻ എന്നറിയപ്പെട്ടു. കിഴവൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ട്രൈബൽ സൊസൈറ്റീനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് അവരുടെ നേതാവിനെ അവർ മൂപ്പൻ എന്ന് പറയും. അതുപോലെ തന്നെ ഭരണകാലത്ത് നാട് എന്നറിയപ്പെട്ടിരുന്ന ഭരണപ്രദേശങ്ങളുടെ ഭരണാധികാരി കിഴവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതില് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലും കമന്റ്സിൽ പറയാട്ടോ. അതേപോലെ നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പോർഷനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.